സ്ലീവാക്കാലം 2-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു. സമാന്തര സുവിശേഷങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അത്ഭുത വിവരണമാണ് ഇന്നത്തെ സുവിശേഷം. മർക്കോസിലും ലൂക്കായിലും ഇത് പിശാചുബാധ മൂലമുണ്ടായ ഒരു രോഗമായി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എങ്കിലും രോഗം മൂർധന്യമാകുന്ന സമയം എപ്പോഴും അയാൾ തീയിലും വെള്ളത്തിലും വീണിരുന്നു എന്ന് മത്തായി ശ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ രൂപാന്തരീകരണ അനുഭവം കൺനിറയെ കണ്ടതിനു ശേഷം മലയിൽ നിന്നും താഴെ ഇറങ്ങി വന്ന ശിഷ്യന്മാരെ രോഗസൗഖ്യത്തിനായി രോഗിയുടെ പിതാവ് സമീപിച്ചെങ്കിലും അവർക്ക് ആ രോഗിയെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ആ നിരാശയിൽ ആയിരിക്കുമ്പോഴാണ് യേശു അവിടെ കൂടിയിരിക്കുന്ന ജനക്കൂട്ട മധ്യത്തിലേക്ക് കടന്നു വരുന്നത്. ഉടനെ അപസ്മാര രോഗം പിടിപെട്ട കുട്ടിയുടെ പിതാവ് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ശിഷ്യന്മാർക്ക് സാധിക്കാതെ പോയ രോഗസൗഖ്യം നൽകണമെന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ ആ പിതാവ് പറയുന്നത്, എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ കരുണ തോന്നണമേ എന്നാണ്. യേശു മറുപടിയായി ചോദിക്കുന്നു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും എന്നാണ്. ദൈവത്തിലുള്ള അചഞ്ചല വിശ്വാസത്തിന്റെ പ്രകടനമായിട്ടാണ് യേശു ഇതിനെ കണ്ടത്. എന്നിട്ട് യേശു പറയുന്നു, മൂകനും ബധിരനുമായ ആത്മാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക, ഇനിയൊരിക്കലും അവനിൽ പ്രവേശിക്കരുത്. ഉടനെ ആ രോഗിയെ ശക്തിയായി നിലത്ത് തള്ളിയിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അത് പുറത്തുപോയി. ആളൊഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? മത്തായിയുടെ സുവിശേഷത്തിൽ നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ എന്ന ഉത്തരമാണ് നാം വായിക്കുന്നത്. ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മല പോലും മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല എന്നാണ് യേശു പറയുന്നത്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നതാകട്ടെ, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകില്ല എന്നാണ്. വളരെ സഹതാപത്തോടെയാണ് യേശു തന്റെ ശിഷ്യന്മാരെ നോക്കിക്കാണുന്നത്. പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗങ്ങൾ സൗഖ്യപ്പെടുത്താനും ഒരിക്കൽ അവൻ അവർക്ക് അധികാരം നൽകിയതാണ്. ഒരിക്കൽ അവർ അത് ഭംഗിയായി നിർവഹിച്ചതുമാണ്. വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറയുകയും യേശു രൂപാന്തരപ്പെടുന്നത് ദർശിച്ചിട്ടും അവരുടെ വിശ്വാസം അപൂർണമായിരുന്നു. ഇത്രയൊക്കെയായിട്ടും അവരുടെ വിശ്വാസം സുദൃഢമാകാത്തതിനാലാണ് അവന്റെ വേദന. ഈ വേദന നമ്മുടെ കാര്യത്തിലും അവനുണ്ടായിരിക്കും. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിക്കുമോ? ലൂക്ക 18:8 എന്ന യേശുവിന്റെ ആശങ്ക അസ്ഥാനത്താകാൻ വഴിയില്ല. ലോകവിഗതികൾ അപ്രകാരമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്സാര പ്രലോഭനങ്ങളാൽ വിശ്വാസത്യാഗം ഉണ്ടാകാനാണ് സാധ്യത. എന്നാൽ യേശു ഇന്നും ജീവിക്കുന്നവനാണ്. താൻ ഇഷ്ടപ്പെടുന്നവരിലൂടെ ഇന്നും അവൻ സജീവനാണ്. ഏത് പ്രതികൂലത്തിലും ഇത് അംഗീകരിക്കുകയും അവനിൽ വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുവാൻ നമുക്ക് സാധ്യമാണോ? തെറ്റായ സിദ്ധാന്തങ്ങളിലും ലഹരിക്കും അനിയന്ത്രിതമായ സോഷ്യൽ മീഡിയയ്ക്കും അടിമപ്പെട്ട് എത്രയേറെ ബാല്യങ്ങളും യുവജനങ്ങളുമാണ് സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ദൈവിക മൂല്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കൾ പരാജയപ്പെടുന്നു, വൈമുഖ്യം കാണിക്കുന്നു. ട്യൂഷൻ ക്ലാസുകളും നീറ്റ് പരീക്ഷകളും കോച്ചിങ് ക്ലാസുകളും യാതൊരുവിധ സംരക്ഷണവുമില്ലാതെ ഇടങ്ങളിലെ ഉപരിപഠനവും തുടങ്ങിയ നമ്മുടെ പ്രവർത്തന രീതിയിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവാണ് എന്നുള്ളത് ഓർക്കണം. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന യേശുവിന്റെ ക്ഷണം എപ്പോഴും നമ്മുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഇഹലോകത്തിൽ നമ്മുടെ കൂദാശകളിലൂടെയാണ് നമുക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിയുക. വെള്ളത്തിൽ മുങ്ങിപ്പോയ പത്രോസും മത്തായി 14:31. അപസ്മാര രോഗിയെ സുഖപ്പെടുത്താൻ കഴിയാതെ പോയ ശിഷ്യഗണങ്ങളും ഒക്കെ അല്പവിശ്വാസം കൊണ്ട് പരാജയപ്പെട്ടവരുടെ കഥയാണ്. ഒരിക്കൽ പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും പിന്നീട് അനുദപിച്ച് വിശ്വാസത്തിന്റെ നെടും തൂണുകളായി മാറിയ കഥയും അവരുടെ ചരിത്രമാണ്. വീഴ്ചയിൽ അനുദപിക്കാതെ നിരാശയിൽ കഴുത്തിൽ കൊലക്കയർ ഏറ്റുവാങ്ങിയ യൂദാസും 3 പ്രാവശ്യം തള്ളി പറഞ്ഞതിനെ ഓർത്ത് ശിഷ്ടകാലം മുഴുവൻ കരഞ്ഞ് കരഞ്ഞ് കവിളിൽ കണ്ണുനീർ ചാലുകൾ തീർത്ത പത്രോസും നമ്മുടെ മുന്നിലുണ്ട്. ഈ 2 മാതൃകകളിൽ ആരുടെ പക്ഷത്തേക്കാണ് നമ്മുടെ ചായ്വ്? വീഴ്ചകൾ ഉണ്ടാകും. അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയുന്നവരുടെ കൂട്ടത്തിലാകട്ടെ നമ്മുടെ ജീവിതം.